പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 മാർച്ച് മാസം 1-ാം തീയതി, ഹല്ലേലൂയ സ്തോത്രം, ഞായറാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ആരംഭ ദിവസം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചല്ലോ. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞു. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം മുഴുവൻ കർത്താവ് നമ്മളെ സൂക്ഷിച്ചില്ലേ? കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് കർത്താവിന് നന്ദി പറയാം. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന പിതാവിന് കരമുയർത്തി പറ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അതെ, കഴിഞ്ഞ മാസക്കാലം നമ്മളെ നടത്തിയ കർത്താവിന്, ഫെബ്രുവരി മാസം അത്ഭുതമായി നടത്തിയതിന്, അതിശയമായി നടത്തിയതിന്, ശ്രേഷ്ഠമായി നടത്തിയതിന് ആ കൈകളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞു. കർത്താവെ, ഫെബ്രുവരിയിൽ ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം, ശ്രേഷ്ഠമായി നടത്തിയതിന് സ്തോത്രം, ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരുന്നതിന് സ്തോത്രം, തന്ന എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു, തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഞങ്ങളുടെ കരം പിടിച്ച് ഞങ്ങളെ നടത്തിയതിന് സ്തോത്രം, ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് സ്തോത്രം, കഴിഞ്ഞ മാസം ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഹല്ലേലൂയ. എല്ലാവരും അല്പസമയം കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞു പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നന്ദിയോടെ കയറിയാട്ടെ. ആമേൻ. കർത്താവേ, ഞങ്ങൾ ഈ മാർച്ച് മാസത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ മാർച്ച് മാസത്തിൻ്റെ ആരംഭ നിമിഷങ്ങൾക്കായിട്ട്, പ്രഭാതയാമത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുക. കർത്താവ്, അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അങ്ങ് ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാകുന്നു. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ് നല്ലവൻ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. കർത്താവ് നല്ലവൻ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഈ പുതിയ മാസത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, പുതിയ മാസത്തിനായിട്ട് ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ മാർച്ച് മാസത്തെ ഞങ്ങൾ ഓർത്തങ്ങയ്ക്ക് നന്ദി പറയുന്നു. 31 ദിവസങ്ങൾ അങ്ങയുടെ രക്തം കൊണ്ട് ഞങ്ങൾ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക അത്ഭുതത്തിൻ്റെ മാസമായി തീരട്ടെ, ദൈവപ്രവൃത്തിയുടെ മാസമായി തീരട്ടെ, കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുന്ന മാസമായി തീരട്ടെ. കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. അങ്ങ് നല്ലവൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. പിതാവേ, ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട 1-ാം തീയതി പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അങ്ങ് സമീപസ്ഥനാകുന്നു. അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്ന ഏവരുടെയും മുഖത്തെ അങ്ങ് പ്രകാശിപ്പിക്കും. കർത്താവെ, ഈ പ്രഭാതം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഒരിക്കലൂടെ ഞങ്ങൾ ഫെബ്രുവരി മാസത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. മാർച്ച് മാസത്തിൻ്റെ ആരംഭ ദിവസത്തിൽ ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം, ഞങ്ങളെ സൂക്ഷിച്ച വിധങ്ങൾക്കായിട്ട് സ്തോത്രം, ഞങ്ങളെ പരിപാലിക്കുന്ന വിധങ്ങൾക്കായിട്ട് സ്തോത്രം. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാവരുടെയും മാർച്ച് മാസം അനുഗ്രഹത്തിൻ്റെ മാസമായി മാറട്ടെ. മാർച്ച് മാസം തൻ്റെ മക്കൾക്ക് വേണ്ടി പുതിയ വാതിലുകൾ തുറക്കപ്പെടുന്ന മാസമായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും നിറഞ്ഞു നിൽക്കുന്ന മാസമായി മാറട്ടെ. ദൈവിക അത്ഭുതങ്ങളുടെ മാസമായി മാറട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന് നന്ദി പറയുന്നു. ആമേൻ. തൻ്റെ കാലുകളെ കർത്താവ് നിയന്ത്രിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. പോകേണ്ട വഴിയിൽ മാത്രം ഈ മാസം ഞങ്ങളെ നടത്തുന്നതിനായിട്ട് സ്തോത്രം. ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനായിട്ട് സ്തോത്രം. ഈ മാസത്തിൽ അങ്ങ് ഞങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ച് ആലോചന പറഞ്ഞു അങ്ങ് ഞങ്ങളെ നടത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. വഴി ഇതാ എന്നുള്ള ശബ്ദം പിറകിൽ നിന്ന് കേൾക്കുമെന്ന് തിരുവെഴുത്തി പറഞ്ഞതുപോലെ ഈ മാസക്കാലം ദൈവശബ്ദം കേട്ട് മുന്നേറുന്ന മാസമായി മാറട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദൈവിക പ്രൊവിഷൻ യേശുവിൻ്റെ നാമത്തിൽ അനുഭവിക്കുന്ന മാസമായി തീരട്ടെ. ദൈവിക സംരക്ഷണം അനുഭവിക്കുന്ന മാസമായി തീരട്ടെ. കർത്താവിൻ്റെ പുതിയ ഓപ്പണിങ്ങുകൾ ഞങ്ങൾക്ക് വേണ്ടി ആമേൻ ഈ മാസം നൽകുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കളെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വൈകിട്ടത്തെ മീറ്റിംഗ് അനുഗ്രഹ സമ്പൂർണ്ണമായി തീരണം. ദൈവിക ഇടപെടൽ ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിൽ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ നാമം ഞങ്ങളിലൂടെ മഹിമപ്പെടുവാൻ ഇടവരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു.
കർത്താവ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ആരംഭ ദിവസമാണ്. പുതിയ മാസം ആരംഭിക്കുമ്പോൾ നമ്മൾ കർത്താവിനോടുകൂടെ ആരംഭിക്കുക. പ്രാർത്ഥിച്ച് ഉപവസിച്ച് ദൈവസന്നിധിയിൽ നിന്ന് ദൈവവചനമൊക്കെ കേട്ട് ആമേൻ പ്രവേശിക്കുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും വൈകിട്ടത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കണം. ആരും തന്നെ മീറ്റിങ്ങിനെ ഉപേക്ഷയായി വിചാരിക്കരുത്. എല്ലാവരും പ്രാർത്ഥനയും ഉപവാസത്തോടും കൂടെ ഇന്ന് പകൽക്കാലമായിരിക്കുക. ഉപവാസം എന്ന് പറഞ്ഞാൽ ആഹാരം മാറ്റിവെക്കുക മാത്രമല്ല, അതിലുപരിയായി ദൈവ സാന്നിധ്യത്തിലിരിക്കുവാനും ഈ സാധാരണ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അധികമായി പ്രാർത്ഥിക്കാനും ദൈവവചനം ധ്യാനിക്കാനും ഒക്കെ മുൻകൈ എടുക്കണം. സാധാരണ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, അതിലധികമായി പ്രാർത്ഥിക്കണം. സാധാരണ ദിവസങ്ങളിൽ ബൈബിൾ വായിക്കാറുണ്ട്, അതിലധികമായി ദൈവവചനം ധ്യാനിക്കണം. സാധാരണ ദിവസങ്ങളിൽ നമ്മൾ ആരാധിക്കാറുണ്ട്, അതിലധികമായി ആരാധിക്കണം. അങ്ങനെ ഒരു ദിവസമായി ഇന്നത്തെ ദിവസം മാറണം. എങ്കിൽ മാത്രമേ ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് പ്രയോജനമുള്ളൂ. അതുകൊണ്ട് അതിനുള്ള വഴികളെ നമ്മൾ തുറക്കണം. വൈകിട്ട് നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കുന്ന ഇന്ത്യൻ സമയം 9 മണിക്കാണ്. കാരണം ഇവിടുത്തെ സമയം 6:30. മറന്നു പോകല് കേട്ടോ. സമയത്തിനകത്തൊരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം ഇന്ത്യൻ സമയം 9 PM, ഇവിടുത്തെ സമയം 6:30 PM. അതുകൊണ്ട് സന്തോഷത്തോടെ പങ്കെടുക്കുക. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ച്, ഇന്ന് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ആലോചന എന്ന് പറയുന്നത് നമുക്ക് വായിക്കാം. സങ്കീർത്തനം അതിൻ്റെ 91 സങ്കീർത്തനം 11 വാക്യം. നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. സ്തോത്രം. ദൈവിക സംരക്ഷണത്തെക്കുറിച്ചാണ് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. അതിൻ്റെ 91 സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ തന്നെ ദൈവിക സംരക്ഷണത്തിൻ്റെ സങ്കീർത്തനമാണ്. ആമേൻ. പഴയ നിയമകാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ജനത്തിന് എന്തെങ്കിലും പ്രതിസന്ധികൾ നേരിടുമ്പോൾ അവർ ഈ സങ്കീർത്തനമായിരുന്നു വായിക്കുന്നത്, അല്ലെങ്കിൽ ഈ സങ്കീർത്തനമായിരുന്നു അവർ ധ്യാനിക്കുന്നത്. അതിൻ്റെ ആരംഭവാക്യത്തിൽ പറഞ്ഞ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ്റെ കീഴിൽ പാർക്കുകയും ചെയ്യുന്നത്. അപ്പം എല്ലാവരും ചിന്തിക്കാറുണ്ട്, ഇതെങ്ങനെ അങ്ങനെ വസിക്കാൻ പറ്റുന്നത്? ഒന്ന്, നമ്മൾ യേശു ക്രിസ്തുവിലാകുമ്പോൾ നമ്മൾ ക്രിസ്തുവിലായി. അതോടെ നമ്മളിവിടായി അത്യുന്നതൻ്റെ മറവിലായി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ വിശ്വസിക്കണം. ഞാൻ അത്യുന്നതൻ്റെ മറവിലാണ്, ഞാൻ സർവശക്തൻ്റെ നിഴലിൻ്റെ കീഴിലാണ് എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ഒരു കോഴിക്കുഞ്ഞിനെ സംബന്ധിച്ച്, കോഴി ചിറക് വിടർത്തി അതിനകടിയിൽ കുഞ്ഞിനെ കയറ്റിക്കഴിഞ്ഞാൽ പിന്നെ കോഴിക്കുഞ്ഞിന് ഭയങ്കര സംരക്ഷണ ബോധമാണ്. കോഴിക്കുഞ്ഞിന് ബോധം എന്നാ, കോഴിയുടെ ചിറകിനടിയിൽ, അമ്മയുടെ ചിറകിനടിയിലാണ് ഞാൻ. ഇതുപോലെ ഒരു വീണ്ടും ജനനം പ്രാപിച്ച ദൈവത്തിൻ്റെ പൈതൽ ക്രിസ്തുവിൻ്റെ ഉള്ളിലായിരിക്കുന്നത്, ക്രിസ്തുവിൻ്റെ അകത്തായിരിക്കുന്നത്. ഞാനും ക്രിസ്തു ഒന്നായി മാറി, രണ്ടല്ല, ഒരു ശരീരമായി മാറി. ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് നമുക്ക് ആ ഒരു പൂർണ്ണ ബോധ്യം വേണം. ഞാൻ ക്രിസ്തുവിൻ്റെ ആമേൻ ചിറകിൻ്റെ അടിയിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിൽ ഞാൻ ആയി എന്ന ബോധ്യം വേണം. ശരിയായിരിക്കാം, ലോകത്തിൽ നമ്മൾ പലതരത്തിലുള്ള പ്രതികൂലങ്ങളെക്കുറിച്ച് കേൾക്കും, പ്രതിസന്ധികളെക്കുറിച്ച് കേൾക്കും, പ്രശ്നങ്ങളെക്കുറിച്ച് കേൾക്കും, ഹല്ലേലൂയ, യുദ്ധശ്രുതികളെക്കുറിച്ച് കേൾക്കും, ആമേൻ, പലതും കേൾക്കും. പക്ഷേ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ആ ദൈവത്തിൻ്റെ പൈതൽ ഒന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, ഒന്നിലും പാനിക്കാകേണ്ട ആവശ്യമില്ല. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമ്മളിവിടെയാണ് അത്യുന്നതൻ്റെ മറവില, സർവശക്തൻ്റെ നിഴലിൻ്റെ കീഴിലാണ് നമ്മളിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ വായിച്ചത്, ഒരനർത്ഥം നമുക്ക് ഭവിക്കത്തില്ല. അത് വിശ്വസിക്കണം. ഞാൻ കർത്താവിൻ്റെ ചിറകിൻ്റെ അടിയിലായതുകൊണ്ട് ഒരനർത്ഥം എനിക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും എൻ്റെ കൂടാരത്തിൽ കയറത്തില്ല. ഇത് നമ്മുടെ വിശ്വാസത്തോടെ നമ്മൾ പറയണം. വിശ്വാസത്തോടെ നമ്മുടെ നാവിൽ നിന്ന്, ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. എൻ്റെ എല്ലാ വഴികളിലും കാപ്പാൻ കർത്താവ് ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. ആമേൻ. എൻ്റെ വശത്ത് 1000 വീണാലും എൻ്റെ വലത്തുവശത്ത് 10,000 വീണാലും അതൊന്നും എന്നോട് അടുത്ത് വരത്തില്ല. പലതും ഞാൻ കാണും, പലതും ഞാൻ കേൾക്കും, പക്ഷേ ഇതൊന്നും എന്നെ ബാധിക്കുകയില്ല. കാരണം ഞാൻ അത്യുന്നതൻ്റെ മറവിലായിരിക്കും. ഓരോ ദൈവ പൈതലും തിരിച്ചറിയണം, നമ്മൾ ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഭൂമിയിലായിരിക്കുന്നത്. ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. അപ്പോൾ ആ ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് ഞാൻ ആയിരിക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ആ ഒരു വിളിയുടെ ഭാഗമായിട്ടാണ്, ഒരു അസൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്, ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. അപ്പം ആ പദ്ധതി എന്താണോ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, അത് പൂർത്തീകരിക്കുന്നത് വരെ എന്നെ സ്വർഗം, അല്ലെങ്കിൽ എന്നെ കർത്താവ് സംരക്ഷിക്കും എന്നൊരു ബോധ്യം വേണം. അതായത് പ്രൊട്ടക്ഷൻ ഈസ് കണക്റ്റഡ് ടു പർപ്പസ്. നമ്മുടെ പർപ്പസുമായിട്ട് കണക്റ്റഡ് ആണ്. ആമേൻ, ആമേൻ. വെറുതെ ഞാൻ സംരക്ഷിക്കപ്പെടുന്നതല്ല.
ആമേൻ, ഞാൻ സംരക്ഷിക്കപ്പെടുന്നത് അതിൻ്റെ പിൻപിലൊരു ദൈവിക ഉദ്ദേശമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ അപ്പോസ്തലർ പ്രവൃത്തി 27-ാം അധ്യായം വായിക്കുമ്പോൾ പൗലോസ് ഒരു ഷിപ്പിൽ റോമിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ആമേൻ, ഭയങ്കര ഈശാനുകൂലൻ എന്ന കൊടുങ്കാറ്റ് ഷിപ്പിന് നേരെ അടിച്ചു. ആമേൻ, ഷിപ്പ് അല്ലെങ്കിൽ ആ കപ്പൽചലനം സംഭവിക്കുക. ആമേൻ, എല്ലാവർക്കും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് പൗലോസ് വിളിച്ചു പറഞ്ഞു, എന്താണ്, നിങ്ങളുടെ ആരുടെ ഒരു മുടി പോലും നഷ്ടപ്പെട്ടു പോകാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ആമേൻ, എന്തുകൊണ്ട്? ആമേൻ, കർത്താവ് എന്നോട് പറഞ്ഞു, നീ ആമേൻ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടവനാണ്. അപ്പോൾ പദ്ധതിയുള്ളവൻ ബോട്ടിനകത്തുള്ളത് കൊണ്ട് ആമേൻ ആ ബോട്ടിനെ കുലുക്കാൻ പ്രതികൂലത്തിന് കഴിഞ്ഞില്ല. കാരണം എന്നാ? പദ്ധതിയുള്ളവൻ, ദൈവിക പ്ലാനിലുള്ളവൻ, ദൈവിക പ്ലാനിലുള്ള ഒരുവൻ ആ ബോട്ടിനകത്തുണ്ടായിരുന്നു. എന്താണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും? കൊടുങ്കാറ്റുകൾ വരാം, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അറൈസ് ചെയ്യാം, പലതരത്തിലുള്ള പ്രതികൂലങ്ങൾ എഴുന്നേൽക്കാം. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി നമ്മളെക്കുറിച്ചുള്ളത് നമ്മളെ സംരക്ഷിക്കും. ഹല്ലേലൂയ, ആമേൻ. ദൈവം എന്ത് നമ്മളെക്കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടോ അത് ഫിനിഷ് ചെയ്യുന്നത് വരെ ഒരു ശത്രുവിനും നമ്മളെ തൊടുവാൻ കഴിയത്തില്ല. കരമുയർത്തി ആമീൻ പറഞ്ഞാട്ടെ. ഒന്നുകൂടെ കരമുയർത്തി ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു രാജാവ് ഒരു കൽപ്പന കൊടുത്തു വിടുക, ഒരു മെസ്സഞ്ചറുടെ കയ്യിൽ ഒരു രാജകീയ കൽപ്പന കൊടുത്തു വിടുക. അപ്പോൾ ആ കൽപ്പന കൊടുത്ത് പൂർത്തീകരിക്കാൻ ആ രാജാവ് അദ്ദേഹത്തിനെ അസൈൻ ചെയ്തിരിക്കുക. ആ അസൈൻമെൻറ്റ് പൂർത്തീകരിക്കുന്നത് വരെ ആ മെസ്സഞ്ചർക്ക് ആരാ സംരക്ഷണം കൊടുക്കുന്നത്? രാജാവ് കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ ഓരോ ദൈവമക്കളുടെ മേലും ഓരോ അസൈൻമെൻ്റ് ഉണ്ട്, ഓരോ പദ്ധതിയുണ്ട്. അത് പൂർത്തീകരിക്കുന്നത് വരെ ആമേൻ ഒരു ദോഷവും വരാൻ കർത്താവ് അനുവദിക്കത്തില്ല. യേശുവിനെ പല പ്രാവശ്യം അവർ തള്ളിയിടുവാൻ നോക്കി, കൊന്നുകളയുവാൻ നോക്കി. പക്ഷേ യേശുവിൻ്റെ സമയമായിട്ടില്ലായിരുന്നത് കൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്ന് തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ മക്കളെ കരമുയർത്തി വിശ്വാസത്തോടെ പറയണം, ഞാനൊരു ദൈവിക പദ്ധതിയിലാണ് നിൽക്കുന്നത്, ദൈവിക പ്ലാൻ എൻ്റെ മേലുണ്ട്. ആ പദ്ധതി പൂർത്തീകരിക്കുന്നത് വരെ ഒന്നിനും എന്നെ തകർത്ത് കളയാൻ കഴിയത്തില്ല. ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാമോ? അങ്ങനെയെങ്കിൽ ഒന്നുകൂടെ പറ, ഒരനർത്ഥം എനിക്ക് ഭവിക്കുകയില്ല, ഒരു ബാധ എൻ്റെ കൂടാരത്തിൽ കയറുകയില്ല. എൻ്റെ സകല വഴികളിലും കാപ്പാൻ കർത്താവ് ദൂതന്മാരെ കൽപ്പിച്ച് ആക്കിയിട്ടുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ ഈ വചനത്താൽ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. പ്രത്യേകിച്ച് ലോകവ്യാപകമായ ഒരു സമാധാനമുണ്ടാകട്ടെ, മിഡിൽ ഈസ്റ്റിൽ സമാധാനമുണ്ടാകട്ടെ. പ്രാർത്ഥിക്കുക, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ 1-2 പേർ കൂടെ അയച്ചു കൊടുക്കുക, അവരോട് കേൾക്കട്ടെ. ആമേൻ. കർത്താവ് നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.